ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന. അപ്പോൾ ഇന്നൊരു പുതിയ സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു 5 വർഷം മുമ്പ് നടന്നൊരു കഥയാണ്. വൈകുന്നേരത്തെ സ്ഥിരം ഫുട്ബോൾ കളിയും കഴിഞ്ഞ് കിച്ചു നേരെ വീട്ടിലേക്ക് തൻ്റെ സ്കൂട്ടി പായിച്ചു. അമ്മയുടെ 6 മിസ്ഡ് കോൾ. അർജൻ്റ് ആവില്ല, അഥവാ ആണെങ്കിൽ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനും കോള് വരേണ്ടതാണ്. തിരിച്ച് വിളിച്ച് ചീത്ത വാങ്ങുന്നതിന് നല്ലത് പോയി സോപ്പിടാം. അമ്മേ, ചായ ആയോ? കിച്ചു കൂളായി ചോദിച്ചു. നിനക്ക് എന്തിനാടാ ഫോൺ? അതോ കൂട്ടുകാർ വിളിച്ചാലേ നീ എടുക്കൂ? ചായ അവന് നീട്ടിയായിരുന്നു ചോദ്യം. എൻ്റെ പൊന്നു മോളെ, ഇന്ന് ഫൈനലല്ലേ, അല്ലേ ഞാൻ എടുക്കാതിരിക്കോ? അതുപോട്ടെ, എന്തായിരുന്നു ആ വിളിയുടെ ഉദ്ദേശം? 8 മണിക്ക് ഇവിടെ വണ്ടി വരും, വേഗം റെഡിയാകണം. നാളെ സനുവിൻ്റെ കല്യാണമാണ്. കിച്ചു മെല്ലെ ക്ലോക്കിലേക്ക് നോക്കി. 7:20. ഒരുപാട് സംശയവും ചോദ്യവും അവനിലുണ്ടെങ്കിലും അമ്മയുടെ വേഗം എന്ന അലർച്ചയിൽ അവൻ നേരെ റൂമിലേക്ക് ഓടി. ട്രാവലറിൽ കയറിയ ശേഷം അവൻ തൻ്റെ മനസ്സിലെ ചോദ്യം അറേഞ്ച് ചെയ്യാനായിരുന്നു പ്ലാൻ. എവിടെയിരിക്കും എന്ന ചോദ്യത്തിനുത്തരം അവൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. രമ്യാൻ്റി. എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ കിഷോർ, കിച്ചു എന്ന് വിളിക്കും. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. അച്ഛനും അമ്മയും ടീച്ചർ. അച്ഛൻ്റെ ഇളയമ്മയുടെ 2ാമത്തെ പുത്രൻ്റെ കല്യാണയാത്രയാണിന്ന്. സനോജ്, 35 വയസ്സ്. കുറച്ച് വെള്ളമടിയുണ്ട്, വർക്ക്ഷോപ്പ് പണിയാണ്. മൂത്തയാൾ മനോജ്, 38, ഡ്രൈവറാണ്. ഭാര്യ രമ്യ, 33 വയസ്സ്. ഒരു കുട്ടി ദേവിക, LKG പഠിക്കുന്നു. കിച്ചുവേട്ടൻ വാ, ഇവിടെ ഇരിക്ക്. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും. ഞാൻ ദേവുവിനെ മടിയിലേക്കിരുത്തി ആൻറ്റിയെ ഒട്ടിയിരുന്നു. കിച്ചു, നീ ഗുരുവായൂർ മുന്നേ പോയിട്ടുണ്ടോ? ആൻറ്റി ചോദിച്ചപ്പോഴാണ് യാത്ര ഗുരുവായൂരാണെന്ന് പോലും അവൻ അറിയുന്നത്. ആൻറ്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ, എല്ലാം പെട്ടെന്നായിരുന്നു. സനു പണിയെടുക്കണ സ്ഥലത്ത് തന്നെ ആ കുട്ടിയുടെ വീട്. മാളു എന്നാ പേര്. കാണാൻ കുറച്ച് കറുത്തിട്ടാണെങ്കിലും സനുവിന് ചേരും. ആൻറ്റി ഫോൺ എടുത്ത് എന്നെ ഫോട്ടോ കാണിച്ചു. ശരിയാ, കുറച്ച് കറുത്ത കുട്ടിയാണ്, അധികം വയസ്സുമില്ല. ഫോട്ടോ ഒരു വട്ടം നോക്കി എൻ്റെ നോട്ടം പോയത് ആൻറ്റിയുടെ കയ്യിലേക്കാണ്. ചെറിയ രോമങ്ങളുള്ള കയ്യിൽ 2 വള. കൈമടക്കിൽ വിയർത്തിരിക്കുന്നത് അവൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടി. ആൻറ്റിയുടെ കാലും കൈയും അവൻ്റെ വീക്ക്നെസ് ആയിരുന്നു. മാക്സിയിൽ മുറ്റമടിക്കുമ്പോഴും വീട്ടിലെ പണിയെടുക്കുമ്പോഴും മടക്കി കുത്തുന്ന മാക്സിയിലൂടെ ദൃശ്യമാവുന്ന പാദസരമിട്ട കാൽ കിച്ചുവിൻ്റെ നയനമനോഹരമായ ദൃശ്യമാണ്. കോളേജ് വിശേഷം പറയുമ്പോഴും കിച്ചുവിൻ്റെ നോട്ടം മൊത്തം ആൻറ്റിയുടെ ശരീരത്തിലായിരുന്നു. വേഗം വിയർക്കുന്ന ശരീരപ്രകൃതിയാണ് ആൻറ്റിയുടെ. അതുകൊണ്ട് തന്നെ വിയർപ്പും പെർഫ്യൂം കലർന്ന മണം ശ്വാസമെടുക്കുമ്പോൾ മൂക്കിലേക്ക് എത്തുന്നുണ്ട്. കിച്ചു, ദേവു ഉറങ്ങി, ഇവളെ ഒന്ന് അമ്മയുടെ കയ്യിൽ കൊടുക്കുമോ? രമ്യയുടെ മടിയിൽ നിന്ന് ദേവുവിനെ ചെരിഞ്ഞെടുക്കുമ്പോൾ അവന് രമ്യയുടെ കൈയുടെ ചൂടറിയാൻ കഴിഞ്ഞു. പെട്ടെന്ന് വണ്ടി ബ്രേക്ക് പിടിച്ചപ്പോൾ അവൻ രമ്യയുടെ ശരീരത്തിലേക്ക് വീണു. കുട്ടി ആൻറ്റിയുടെ മടിയിലേക്ക് വീണു. അവൻ്റെ കൈ നീങ്ങിയത് ദേഹത്ത് തട്ടി. കിച്ചു, എന്തെങ്കിലും പറ്റിയോ? രമ്യയുടെ ചോദ്യം അവന് മറുപടി പറയാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. ഇല്ല എന്ന രീതിയിൽ അവൻ തലയാട്ടി കുട്ടിയുമായി മുന്നിലേക്ക് നീങ്ങി. ദേവൂട്ടിയെ അമ്മയെ ഏൽപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ അവൻ തൻ്റെ കൈയൊന്ന് മണത്തു. ഓ, എന്തൊരു മണമാണ്! രാത്രി ഭക്ഷണത്തിന് ശേഷം വണ്ടിയിൽ ആൻറ്റിയുടെ അടുത്ത് അമ്മയാണ് ഇരുന്നത്. അച്ഛനും ചെറിയച്ഛനും വെള്ളമടി തുടങ്ങിയിരുന്നു. അമ്മ അവരെ വിലക്കിയെങ്കിലും സനുവിന് പെണ്ണ് കിട്ടിയ സന്തോഷമാണെന്നാണ് എതിരഭിപ്രായം. ബാക്ക് സീറ്റിൽ കുലുക്കം കൂടുതലാണ് എന്ന അച്ഛൻ്റെ തിയറിയിൽ പിന്നിലേക്ക് ആരും വന്നില്ല. എന്തായാലും ഞാൻ അവിടെ നിവർന്ന് കിടക്കാൻ തീരുമാനിച്ചു. തൊട്ടു മുന്നിലെ സീറ്റിൽ അമ്മയും ആൻറ്റിയും ദേവൂട്ടിയും ഉണ്ട്. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് വണ്ടിയിലെ ലൈറ്റ് ഓഫാക്കി. അമ്മ ദേവൂട്ടിയെ കൊണ്ട് മുന്നിലേക്ക് പോയി. ചെറിയച്ഛൻ ഒരു ഗ്ലാസ്സുമായി പിന്നിലേക്ക് വരുന്നത് കണ്ടു. ഗ്ലാസ്സിൽ ഒരു ലാർജ് ഉണ്ട്.
എടി ഇത് പിടി, ഒന്നും നോക്കണ്ട, ഒറ്റ വലി. ഒന്ന് പോയ മനുഷ്യ, ആരേലും കാണും, നാളെ കല്യാണമാ, എനിക്ക് തലവേദന എടുക്കും. ആൻറ്റി അടിക്കും എന്നുള്ളത് എന്നെ ഒന്ന് ഞെട്ടിച്ചു. പിന്നെയും നിർബന്ധിച്ചപ്പോൾ ആൻറ്റി ആ ലാർജ് അകത്താക്കി. അയ്യോ, ഇത് ബിയറല്ലേ? പിന്നെ ബിയർ, ഇതേതോ ചാത്തന, കിട്ടിയത് തന്നെ ഭാഗ്യം. ആൻറ്റിയുടെ അടുത്ത് പോയി ഇരിക്കാം, ചിലപ്പോൾ ഒന്ന് മുട്ടിയൊരുമി ഒക്കെ ഇരിക്കാൻ പറ്റിയാലോ. കിച്ചു മുന്നിലേക്കിരിക്കാൻ നോക്കുമ്പോൾ അതാ മൈത്താണ്ടി പിന്നെയും വരുന്നു. ആടിയുള്ള വരവ് കണ്ടാൽ തന്നെ അറിയാം, ഇപ്പോൾ ഓഫാകും തെണ്ടി. കിച്ചു തൻ്റെ മനസ്സിൽ പറഞ്ഞു. ഒരു ഗ്ലാസ് ബ്രാൻഡി കൂടി ആൻറ്റിക്ക് കൊടുത്ത് അയാൾ പിന്നെയും അച്ഛൻ്റെ അടുത്തേക്ക് പോയി. സമയം 1:30. എല്ലാവരും ഉറങ്ങിയെന്നുറപ്പ്. ഞാൻ മെല്ലെ മുന്നിലെ സീറ്റിലേക്ക് മാറി. ആൻറ്റി നല്ല ഉറക്കമാണ്. ഒരു കൈ ഞാൻ ആൻറ്റിയുടെ ഷോൾഡറിൽ കൂടെ ഇട്ടു. ഞാൻ മുന്നിലേക്ക് നോക്കി. എല്ലാവരും നല്ല ഉറക്കം. ആൻറ്റി ഒന്ന് നോക്ക്. ആൻറ്റിയിൽ നിന്ന് ഒരു മൂളൽ മാത്രം. മദ്യത്തിൻ്റെ ലഹരി ആൻറ്റിയുടെ ബോധം നഷ്ടപ്പെടുത്തി എന്നെനിക്ക് ഏതാണ്ട് ഉറപ്പായി. ആൻറ്റിയെ കാണാൻ ഗായത്രി അരുണിൻ്റെ അതേ രൂപമാണ്. കുറച്ച് തടിയുണ്ടെന്നേ ഉള്ളൂ, എന്നാലും ഭയങ്കര സുന്ദരിയാണ്. ഇച്ചു മെല്ലെ രമ്യയുടെ കവിളിലൊന്ന് തിട്ടു. മിനുസമുള്ള കവിൾത്തടം. അവളുടെ ചുണ്ടിൻ്റെ മുകളിൽ പൊടിമീശയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ അവൻ നോക്കിയിരുന്നു. വണ്ടിയുടെ അരണ്ട വെളിച്ചത്തിൽ ആൻറ്റിയുടെ സൗന്ദര്യം നോക്കിയിരുന്ന് ആസ്വദിച്ചു. വിയർപ്പിൽ കുതിർന്ന പെർഫ്യൂമിൻ്റെ മണവും ഈ സൗന്ദര്യവും എല്ലാം കൂടി കിച്ചുവിന് അസ്വസ്ഥത ഉളവാക്കി. രമ്യാൻറ്റിയുടെ സാരിയുടെ തലപ്പ് ചെറുതായി ഒന്ന് തെന്നി നീങ്ങി. അപ്പോൾ തന്നെ കിച്ചുവിൻ്റെ മൊബൈൽ റിങ് ചെയ്തു. അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ഒരു മോൻ്റെ മോനും ഇപ്പം എന്നെ വിളിക്കേണ്ട. കിച്ചു സ്വിച്ച് ഓഫ് ചെയ്തു. അവൻ രമ്യയെ പിടിച്ച് പിൻസീറ്റിലേക്ക് കിടത്തി. എന്നിട്ട് സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങി. മദ്യലഹരിയിൽ കിടക്കുന്ന ആൻറ്റി ഇത് വല്ലതും അറിയുന്നുണ്ടോ ആവോ? നമ്മൾ എത്താറായി അല്ലേ? ആരോ ബസ്സിലിരുന്ന് പറയുന്നത് കേട്ടു. അധികം മയങ്ങാതെ ഹോട്ടലെത്തുമെന്ന ചിന്ത അവനെ പെട്ടെന്നുണർത്തി. അവൻ്റെ ഉള്ളിൽ വെപ്രാളവും ദേഷ്യവും സങ്കടവും നിറഞ്ഞു. തൻ്റെ സ്വപ്നറാണിയെ ഇത്രയും നല്ല അവസരം കിട്ടിയിട്ടും ഒന്നും നടക്കില്ലല്ലോ. അതിനവൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അവനാൽ കഴിയുന്നതൊക്കെ അവൻ ചെയ്തു. ഹോട്ടലെത്തി. എല്ലാവരും ഇറങ്ങാൻ തുടങ്ങി. ഇതുപോലൊരു പെണ്ണുള്ള അയാളുടെ ഭാഗ്യം. ഇറങ്ങാൻ നേരം കിച്ചു മനസ്സിൽ വിചാരിച്ചു. ഹോട്ടൽ നേരത്തെ എത്തിയെങ്കിലും രാവിലെയാണ് ചെക്ക് ഇൻ ചെയ്തത്. പിന്നെ ഒരു ഓട്ടമായിരുന്നു. കല്യാണത്തിൻ്റെ മെയിൻ ഫോട്ടോഗ്രാഫർ ഞാൻ തന്നെ. ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ തിരിച്ചു. ആൻറ്റിയുടെ മുന്നിൽ പോകാൻ ഒരു പേടിയുണ്ടെങ്കിലും സാരിയിൽ അതിസുന്ദരിയായി നിൽക്കുന്ന ആൻറ്റിയെ വായി നോക്കാൻ അവൻ മറന്നില്ല. സനുവേട്ടനും കല്യാണം പെണ്ണും ഞങ്ങളുടെ ഒപ്പം തന്നെ വന്നിരുന്നു. മാളവിക, മാളു എന്ന് വിളിക്കും. അമ്മയാണ് മാളു ചേച്ചിയെ ആദ്യമായി പരിചയപ്പെടുത്തിയത്. 2 ദിവസം കല്യാണ പാർട്ടി തന്നെ ആയിരുന്നു. ഇതിനിടയിൽ രമ്യ ആൻറ്റി ഒന്ന് കാണാൻ പോലും കിട്ടിയില്ല. പക്ഷേ പ്രശ്നം അവിടെയല്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൊറോണ ലോക്ക്ഡൗൺ തുടങ്ങി. പിന്നെ വീട്ടിൽ തന്നെ ആയി. കോളേജില്ല, ഗ്രൗണ്ടില്ല, ആകെ 3G ആയ അവസ്ഥ. ഇതിനിടയിൽ മാളു പ്രഗ്നൻ്റായി. ഒരാൺകുട്ടി ജനിച്ചു. 1 വർഷം പോയത് വളരെ പെട്ടെന്നായിരുന്നു. വീട്ടിൽ വർക്കൗട്ട് ചെയ്ത് കിച്ചു നല്ല ഒരു ബോഡിയാക്കിയെടുത്തു. കൊറോണ ഉള്ളതുകൊണ്ട് ജനിച്ച കുട്ടിയെ കാണാൻ കിച്ചുവിൻ്റെ വീട്ടുകാർ വൈകിയാണ് പോയത്. കിച്ചുവിൻ്റെ വീടിന് 7 കിലോമീറ്റർ അകലെയാണ് അവരുടെ വീട്. ലോക്ക്ഡൗൺ ഇളവ് കിട്ടിയപ്പോഴാണ് കിച്ചു കുട്ടിയെ കാണാൻ പോകുന്നത്. അമ്മയും അച്ഛനും ഇതിനു മുന്നേ പോയിരുന്നു. 2 നില വീട്ടിലേക്ക് കിച്ചു കാർ പായിച്ചു. 4 മുറിയുള്ള പഴയ കോൺക്രീറ്റ് വീടാണ് അവരുടെ.
കിച്ചു എത്ര നാളായി ഇങ്ങോട്ട് വന്നിട്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അമ്മുമ്മയുടെ പരാതി അവനെ തേടിയെത്തി. അവനൊന്ന് ചിരിച്ചു. വാവ എവിടെ ചോദിക്കുമ്പോഴും അവൻ രമ്യ ആൻറ്റിയെ തിരയുകയായിരുന്നു. നീ വാ, അവർ മുകളിലുണ്ട്. ഞാൻ മുകളിലേക്ക് പടികൾ കയറി. മുകളിൽ 2 മുറികളാണുള്ളത്. രണ്ടും 2 മക്കളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നേരെ സനുവേട്ടൻ്റെ റൂമിലേക്ക് കയറി. വാവ ഊഞ്ഞാലിൽ ഉറങ്ങുകയാണ്. ഞാൻ കൊച്ചിനെ നോക്കി. സനുവേട്ടനെ പോലെ തന്നെ അവൻ ഊഞ്ഞാലൊന്നാട്ടി. ആൻറ്റി എവിടെ? അവൻ ചുറ്റും നോക്കി. ചിലപ്പോൾ താഴെ ആയിരിക്കും. എന്തായാലും അവൻ രമ്യാൻറ്റിയുടെ മുറി ലക്ഷ്യമാക്കി നീങ്ങി. പെട്ടെന്നാണ് ടെറസിൻ്റെ ഡോറ് തുറക്കുന്ന ശബ്ദം കിച്ചു കേട്ടത്. ടെറസിലാണ് ബാത്റൂം. മാളു ആൻറ്റി. അവൻ്റെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പണ്ട് കണ്ട മെലിഞ്ഞ ശരീരമല്ലിപ്പോൾ. പ്രസവശേഷം വല്ലാതെ തടി കൂടിയിരിക്കുന്നു. നല്ല ഒത്ത വട്ട മുഖം. കറുത്തിട്ടാണെങ്കിലും ആരും ഒന്ന് നോക്കി നിന്നു പോകും. ഒത്ത അരക്കെട്ട്. കുളിച്ചു വരുന്ന വരവാണ്. തലയിൽ തോർത്ത് കെട്ടിയിരിക്കുന്നു. മാക്സിയിൽ വെള്ളത്തിൻ്റെ നനവ് കാണാം. പരസ്പരം നോക്കുന്നുണ്ടെങ്കിലും അപരിചിതരെ പോലെ തന്നെ അവർ നിന്നു. ദേവൂട്ടി എവിടെ? അവൻ തന്നെ മൗനം വെടിഞ്ഞു. അവർ വീട്ടിലേക്ക് പോയി. 2 ദിവസമായി. മാളു ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. മറുപടി അവന് നിരാശ സമ്മാനിച്ചെങ്കിലും മാളു തിരിച്ചു പോകുമ്പോൾ കണ്ട പിന്നഴക് അവനെയും പിന്നാലെ റൂമിലേക്ക് നയിച്ചു. റൂമിൽ കയറിയ മാളു കുഞ്ഞിനെ ഒന്ന് നോക്കി. പിന്നെ എന്നെയും. അമ്മ വന്നില്ലേ? ആ, അമ്മ താഴെയുണ്ട്. ചിലപ്പോൾ. അവൻ പറഞ്ഞ് മുഴുവിപ്പിക്കും മുന്നേ അവർ ചായ കുടിക്കാൻ വിളിച്ചു. തിരിച്ചു പോകുമ്പോൾ അമ്മയാണ് പറഞ്ഞത് മനുവേട്ടൻ വാടക വീട്ടിലേക്ക് മാറിയെന്ന്. 2 ദിവസമായി. അമ്മ എന്താ പറയുന്നത്? മാളു ആൻറ്റി പറഞ്ഞല്ലോ അവർ വീട്ടിൽ പോയെന്നാന്ന്. സനു വീട് അവൻ്റെ ആണെന്നും ഏട്ടൻ വേറെ വീട് വെക്കാനും പറഞ്ഞു പോലും. മനു ഒരു പാവമല്ലേ. അവനത് വിഷമമായി. അവർ അപ്പോൾ തന്നെ ആ കുറുപ്പിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് മാറി. ചെറ്റ സനു, അവൻ മനസ്സിൽ പറഞ്ഞു. വല്ലപ്പോഴുമാണ് കുറച്ച് സീന് കിട്ടുന്നത്, അതും കളഞ്ഞു. വീട്ടിലെത്തി ചായ കുടിക്കുമ്പോഴാണ് അവന് ഐഡിയ തോന്നിയത്. അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ പിന്നെ സീൻ എപ്പോഴും കാണാമല്ലോ. അവൻ അമ്മ കിച്ചണിൽ നിന്ന് വരാൻ കാത്തു നിന്നു. കിച്ചു, നീ നാളെ ക്വാർട്ടേഴ്സിൽ പോയി നിൽക്കണം. നാളെ മനു പോയാൽ 2 ദിവസം കഴിഞ്ഞല്ലേ അവൻ വരൂ. രമ്യയും കൊച്ചും അവിടെ തനിച്ച. നീ പോവണം. ഇത്രയും നല്ലൊരു അവസരത്തിൻ്റെ മുന്നിൽ കിച്ചു അവൻ്റെ ഐഡിയ സ്വയം വിഴുങ്ങി. കുറച്ച് വിമ്മിഷ്ടം കാണിച്ചെങ്കിലും നാളെ ആൻറ്റിയെ കാണാമെന്ന ചിന്ത അവൻ്റെ ഉറക്കം പോലും കളഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ അവന് മനുവേട്ടൻ്റെ ഫോൺ വന്നു. എടാ, ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങും, നീ നോക്കിയിട്ട് വാ. ഓക്കെ. കിച്ചുവിന് ആലോചിക്കാനൊന്നുമില്ലായിരുന്നു. മനു ഒരു കമ്പനി ഡ്രൈവറാണ്. ശനിയാഴ്ച ഹെവി എടുത്ത് എറണാകുളം സ്റ്റോക്ക് എടുക്കാൻ പോകും. പിന്നെ തിങ്കളാഴ്ച മടങ്ങി വരും. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച പാട് ഇറങ്ങാനായിരുന്നു കിച്ചുവിൻ്റെ പ്ലാൻ. അല്ലേലും നമ്മുടെ പ്ലാനൊന്നും അങ്ങ് മുകളിലുള്ളവൻ നടത്തൂലല്ലോ. ദാ പിടിച്ചോ ഒരു മഴ. സ്കൂട്ടി റെയിൻകോട്ട് ഉണ്ടെങ്കിൽ വീട്ടിലെ പോരാളി മഴ തോർന്നിട്ട് പോയാൽ മതി എന്ന് ഉത്തരവിട്ടു. വൈകുന്നേരം 4:30 വരെ ഉത്തരവ് നിലകൊണ്ടു. അവൻ സ്കൂട്ടിയിൽ റോക്കറ്റ് വിട്ട പോലെ വിട്ടു. 20 മിനിറ്റ് കൊണ്ട് അവൻ ലക്ഷ്യസ്ഥാനത്തെത്തി. ക്വാർട്ടേഴ്സ് ഗേറ്റ് തുറന്നപ്പോൾ തന്നെ മഴ അവനെ പൊതിഞ്ഞു. കിച്ചു വേഗം ക്വാർട്ടേഴ്സിലേക്ക് കയറി. 4 ചെറിയ ക്വാർട്ടേഴ്സ് അടങ്ങുന്ന ഒരു കോമ്പൗണ്ട്. 2 എണ്ണം ഇടിഞ്ഞു വീണതാണ്. ഒന്നിൽ കാട് കയറിയിരിക്കുന്നു. ആകെയുള്ളതാണ് മനുവേട്ടൻ വാടകയ്ക്കെടുത്തത്. ചെറിയ വരാന്ത. കഷ്ടിച്ച് 2 കസേര ഇടാം. ഗ്രില്ല് തുറന്നു കിടക്കുന്നു. വാതിലകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. ആൻറ്റി, ആൻറ്റി, അവൻ വിളിച്ചു.
ഡോർബെൽ അടിച്ചു. കരണ്ടില്ല. മഴ കുറച്ച് ശബ്ദം കൂടി. അവൻ വീടിൻ്റെ പിൻവശത്തേക്ക് നീങ്ങി. ആൻറ്റി, കിച്ചു, ഞാനിവിടെ പിന്നിലുണ്ട്. കിച്ചു ആ കാഴ്ച കണ്ട് ഞെട്ടി. വെളുത്ത പ്രിൻ്റഡ് മാക്സിയിൽ അലക്കുകയാണ് അവൻ്റെ സ്വപ്നറാണി. ചെറിയ ഷീറ്റ് മുകളിൽ കെട്ടിയിട്ടുണ്ടെങ്കിലും മഴയുടെ ചാറ്റലടിച്ചും വിയർത്തു നിൽക്കുന്ന ആൻറ്റി ഈ മഴയത്തും അവനെ പൊള്ളിച്ചു. കിച്ചു, മഴ നനയാതെ കയറി നിൽക്ക്. ദാ ആ ബക്കറ്റിലുണ്ട് തോർത്ത്, അതെടുത്ത് തല തോർത്ത്. അവൻ രമ്യയിൽ നിന്നും കണ്ണെടുക്കാതെ ബക്കറ്റിൻ്റെ അടുത്തേക്ക് നീങ്ങി. ബക്കറ്റിൽ അവൻ്റെ കണ്ണുടക്കിയത് രമ്യയുടെ മാക്സിയിലാണ്. അവനതെടുത്ത് തൻ്റെ കൈക്കുമ്പിളിൽ വെച്ചു. അന്ന് വണ്ടിയിൽ അവൻ ആസ്വദിച്ച ആ പെർഫ്യൂം ഗന്ധം. രമ്യ നോക്കുമ്പോൾ കിച്ചു തൻ്റെ മുഷിഞ്ഞ മാക്സി എടുത്ത് നിൽക്കുകയാണ്. അവളിൽ ഒരു തണുപ്പ് കയറുന്നത് അവൾ അറിഞ്ഞു. കിച്ചു, അതെൻ്റെ മാക്സി അല്ലേ, അതിൽ തോർത്തുണ്ട്, അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നീങ്ങി. അത് പിന്നെ ആൻറ്റി, ഞാൻ പെട്ടെന്നെടുത്തപ്പോൾ ഇതാണ് കിട്ടിയത്, അതാ. അതിനെന്തിനാണ് നീ മണപ്പിക്കുന്നത്? തലയിൽ വെള്ളം പിടിക്കും. അവൾ ബക്കറ്റിൽ നിന്ന് തോർത്തെടുത്ത് അവൻ്റെ തലയിൽ തോർത്തി. ഇതേത് സ്പ്രേ ആണ്? നല്ല മണം. ഈ ചെക്കൻ, അതിൽ സ്പ്രേ ഒന്നുമില്ല. അവൾ മുഴുവിപ്പിച്ചില്ല. നീ കയറി നിൽക്ക്, ഞാനിതൊന്ന് തീർത്തോട്ടെ. രമ്യയുടെ ശ്വാസഗതി കൂടുന്നത് അവൾ അറിഞ്ഞു. അവൾ അവൻ്റെ കയ്യിൽ നിന്നും മാക്സി വാങ്ങി തിരികെ അലക്കുവാൻ തുടങ്ങി. അവൾ അലക്കുന്നത് നോക്കി കിച്ചു അവിടെ നിന്നു. തുണി വിരിക്കാൻ തുടങ്ങുമ്പോൾ അമ്മ എന്നൊരു വിളി കേട്ടു. ദേവു എഴുന്നേറ്റു. നീ വാ. രമ്യ അവനുമായി അകത്തേക്ക് കയറി. അവൻ്റെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ അവൾ ശ്രദ്ധിക്കാതിരുന്നില്ല. കിച്ചു ചേട്ടാ. ദേവു അവനെ കണ്ടപ്പോൾ ഓടി വന്ന് തോളിൽ കയറി. അയ്യേ, ചേട്ടൻ ഫുൾ നനഞ്ഞു. ശരിയാ കിച്ചു, നിന്റെ ഡ്രസ്സ് ഫുള്ള് നനഞ്ഞു. നീ ഡ്രസ്സ് മാറിയേ. രമ്യ ദേവുവിനെ കിച്ചുവിൽ നിന്ന് പിടിച്ചു മാറ്റാൻ നോക്കി. ദേവു കിച്ചുവിനെ കൂടുതൽ ശക്തിയോടെ പിടിച്ചു. നിന്നെ. അവൾ കൂടുതൽ ശക്തി പ്രയോഗിച്ചു. അമ്മയും നനഞ്ഞായിരിക്കുന്നേ, എന്നെ വിട്. ദേവു കൊഞ്ചി. നീ പോയി കുളിക്കാൻ നോക്ക്. കിച്ചു അവളെ താഴെ ഇറക്കി. അവൾ കുളിമുറിയിലേക്ക് ഓടി. കിച്ചു, പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യേ. അവൻ സ്കൂട്ടിയിൽ പോയി ഡ്രസ്സ് എടുത്തു. ദേവുവിനെ കുളിപ്പിച്ച് പിന്നെ രമ്യ കുളിച്ചു. കിച്ചു, നീ പോയി കുളിക്ക്. രമ്യ കുളിച്ച് ഒരു മഞ്ഞ മാക്സിയിൽ കിച്ചണിലേക്ക് വന്നു. കുളിക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഇന്ന് കണ്ട ദൃശ്യം ഓടിയെത്തി. ആൻറ്റിയെ സ്വപ്നം കണ്ട് നിന്നപ്പോഴാണ് ഡോറിൽ 2 മുട്ട് കേട്ടത്. കിതച്ചുകൊണ്ട് ഇരുട്ടത്ത് അവൻ വാതിലിൻ്റെ പിടി പരതി. പുറത്ത് കത്തിച്ചു വെച്ച മെഴുകുതിരി വെളിച്ചത്തിൽ അവൻ കണ്ടു രമ്യ ആൻറ്റിയെ. കയ്യിലൊരു തോർത്തുമുണ്ട്. ഇതാ തോർത്ത്. നീ ആ സൈഡിൽ ബക്കറ്റുണ്ട്, അതെനിക്കെടുത്ത് താ, അല്ലെങ്കിൽ നീ അതെടുത്ത് തോർത്തു. രമ്യ പറഞ്ഞപ്പോഴാണ് അവനത് നോക്കിയത്. ഇരുട്ടിൽ അവൻ കുറച്ച് വെളിച്ചത്തിന് വേണ്ടി തിരഞ്ഞു. ബക്കറ്റിൽ എന്താണെന്ന് അവന് നോക്കണമെന്നുണ്ടെങ്കിലും ആൻറ്റിയുടെ സാമീപ്യം അവനെ അതിൽ നിന്ന് വിലക്കി. ബക്കറ്റ് കൊടുത്തതും രമ്യ അവന് തോർത്തു കൊടുത്തു. പക്ഷേ അവനെ ഞെട്ടിച്ചുകൊണ്ട് രമ്യ അവൻ കാണെ അവളുടെ മാക്സി അതിൽ നിന്നെടുത്തു. കഴിഞ്ഞെങ്കിൽ വേഗം വാ, ഫുഡ് കഴിക്കാം. രമ്യ ഒന്ന് ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോയി. എന്താണിപ്പോൾ ഇവിടെ സംഭവിച്ചത്? ആൻറ്റിക്ക് തന്നോട് എന്തെങ്കിലും തോന്നിയോ? അതോ അവന് തോന്നുന്നതാണോ? ആ കുറ്റാക്കൂറ്റിരുട്ടത്ത് അവൻ്റെ മനസ്സിലും ഇരുട്ട് കയറി. ദേവുവുമായി ഫോണിൽ കിച്ചു ഗെയിം കളിച്ചു. പിന്നെ ഫുഡ് കഴിച്ചു. സമയം 9 ക്വാർട്ടേഴ്സിൽ ഒരു മുറിയേ ഉള്ളൂ. വലിയൊരു ഹാൾ, കിച്ചൺ, പിന്നെ ഒരു വർക്ക് ഏരിയ. വർക്ക് ഏരിയയിൽ തന്നെയാണ് ബാത്റൂം. കിച്ചുവേട്ടാ, എനിക്ക് ഉറക്കം വരുന്നു, നമുക്ക് കിടക്കാം. ദേവു, ഏട്ടൻ ഹാളിലാണ് കിടക്കുന്നത്, നീ പോയി റൂമിൽ ഉറങ്ങ്. രമ്യ ആൻറ്റി മെഴുകുതിരിയുമായി റൂമിലേക്ക് പോയി. കിച്ചു പിന്നെയും ഇരുട്ടിലായി. അവൻ ഫോണിൽ അമ്മയെ വിളിച്ച് സംസാരിച്ചു.
മെഴുകുതിരിയുമായി രമ്യ ഹാളിൽ തിരിച്ചു വന്നതും മനുവേട്ടൻ വിളിച്ചു. ഓക്കെ, ഗുഡ് നൈറ്റ്. രമ്യ ഫോൺ കട്ട് ചെയ്തു. മൗനം ആ മുറിയെ മൂടി. നീ എന്താടാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ദേവു ഉറങ്ങിയോ? അവൾ ഉറങ്ങി. നിന്റെ ക്ലാസ് എപ്പോഴാണ് തുടങ്ങുന്നത്? അറിയില്ല ആൻറ്റി, ഇപ്പോൾ ഓൺലൈനിലാണ് ക്ലാസ്. എന്നാൽ നീ ഫോണിലെ ചാർജ് തീർക്കാൻ നിൽക്കേണ്ട. കിച്ചു ഫോൺ മാറ്റി വെച്ചു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫോൺ മതി, മുഖത്ത് പോലും നോക്കുന്നില്ല. എന്ത് ചെയ്യാനാ ആൻറ്റി, ഇപ്പോൾ ക്ലാസ് വരെ ഫോണിലാണ്. കോളേജ് ലൈഫ് മിസ്സാവുന്നുണ്ടല്ലേ? അങ്ങനെ ചോദിച്ചാലുണ്ട്. ആൻറ്റി എൻ്റെ കോളേജിലല്ലേ പഠിച്ചത്? അതെ, ഞാൻ കൊമേഴ്സ് ആയിരുന്നു. ഇന്നത്തെ പോലെ അല്ല അന്ന്. ടീച്ചേഴ്സൊക്കെ സ്ട്രിക്റ്റ് ആയിരുന്നു. മഴ പെയ്യുമ്പോൾ ചോരുന്ന ക്ലാസ്സും. അതൊക്കെ ഒരു കാലം. രമ്യ അവൻ്റെ അടുത്തേക്കിരുന്നു. ആൻറ്റി എങ്ങനെയാ കോളേജിൽ പോയത്? നടന്നിട്ടാണോ? അല്ല, അന്ന് ഞങ്ങളുടെ അവിടെ ഒരു ബസ്സുണ്ടായിരുന്നു. അത് പിടിച്ചു പോകണം. എപ്പോഴും തിരക്കായിരിക്കും. ഞാൻ ഇതുവരും ആ ബസ്സിൽ ഇരുന്നിട്ടില്ല, എപ്പോഴും നിൽക്കും. ഒരു ബസ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ നല്ല തിരക്കുണ്ടാവും. ഒന്ന് പോടാ, ഈ കിളവന്മാർ വെറുതെ പലതും ചെയ്യാൻ വെറുതെ ടിക്കറ്റ് എടുത്ത് വരുന്നതാ. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഓണം കയറാൻ മൂലയിൽ ഇത്രയും തിരക്ക്? ആൻറ്റി എന്താ പറയുന്നത്? വെറുതെ പൈസ കളയോ ആരെങ്കിലും? കിച്ചു, നീ ബസ്സിൽ യാത്ര ചെയ്യാറില്ലേ? അപ്പോൾ പലരും തട്ടുന്നതും മുട്ടുന്നതും കണ്ടിട്ടില്ലേ? അമ്മയോടൊപ്പം ചെറുപ്പത്തിൽ പോയതല്ലാതെ പിന്നെ ഞാൻ കയറിയിട്ടില്ല. എന്നാലും തട്ടുമ്പോൾ ആരെങ്കിലും കാണില്ലേ? അതൊക്കെ അവർക്ക് ആരും കാണാതെ ചെയ്യാൻ അറിയാടാ. എന്താ, നിനക്ക് ബസ്സിൽ പോകണോ? അയ്യേ, അതൊക്കെ വൃത്തികേടല്ലേ? പിന്നെ ഒരു നല്ല കുട്ടി, നിനക്കറിയാമെല്ലാം. എന്നെ വെറുതെ നീ മണ്ടത്തിയാക്കല്ലേ. ആൻറ്റിയാണ് സത്യം, എനിക്കറിയാത്തോണ്ടല്ലേ. കിച്ചു കുറച്ച് പട്ടം കളിക്കാൻ തീരുമാനിച്ചു. രമ്യ കിച്ചുവിനെ നോക്കി. അവളുടെ മുഖം മാറുന്നത് അവൻ അറിഞ്ഞു. അവൾ കുറച്ച് നീങ്ങിയിരുന്നു. കിച്ചു, ജാക്കിച്ചാന്മാരെന്നാണ് ഇവറ്റകളെ വിളിക്കുന്നത്, അവൾ പറഞ്ഞൊപ്പിച്ചു. ആൻറ്റിയുടെ അടുത്തേക്കിരുന്നാലോ? അവന് രമ്യയുടെ ചുണ്ടുകളിലേക്ക് തന്നെ നോക്കി. രമ്യ അവൻ്റെ ഉദ്ദേശം മനസ്സിലായതുപോലെ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. ഷോ, ഈ ആൻറ്റി എന്താ ഇങ്ങനെ കൊതിപ്പിച്ച് കടന്നു കളയുന്നു? ഈ സമയം രമ്യ അടുക്കളയിൽ എന്താണ് താൻ ചെയ്തത് എന്നാലോചിക്കുമായിരുന്നു. അവനോട് അങ്ങനെ പറയരുതായിരുന്നു. എന്നാലും അവൻ എന്നെ ഒരുപാട് ഇഷ്ടമാണ്. താൻ പെട്ടെന്ന് വിയർക്കുന്ന ടൈപ്പാണ്. മനുവേട്ടന് തൻ്റെ വിയർപ്പ് തീരെ ഇഷ്ടമില്ല. എപ്പോഴും അവളെ കുറ്റം പറയും. കിച്ചുവിന് ആ പ്രശ്നമില്ല. അന്ന് ബസ്സിൽ വെച്ച് അവൻ എന്തൊക്കെയോ കാണിച്ച പോലെ തോന്നിയിരുന്നു. മദ്യലഹരിയിൽ തോന്നിയതാണെന്നാണ് കരുതിയത്. പക്ഷേ അവൻ എന്നെ ഒരു നോട്ടമുണ്ട് എന്നിപ്പോൾ ബോധ്യമായി. അടുക്കളയിലെ മെഴുകുതിരി മെല്ലെ അണഞ്ഞു. കിച്ചു, നീ ആ മെഴുകുതിരി എടുത്തിങ്ങി വാ. വരുവാ. കിച്ചു ഇരുട്ടിനെ മുറിച്ച് അടുക്കളയിലെത്തി. ആൻറ്റി, വല്ലാതെ വിയർത്തല്ലോ ഈ തണുപ്പിലും, കിച്ചു അവളോടായി പറഞ്ഞു. രമ്യ അവനെ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചാലോ എന്ന് ചിന്തിച്ചു. വേണ്ട, അവൾ മനസ്സിനെ പാകപ്പെടുത്തി. കിച്ചു, നീ മെഴുകുതിരി വർക്കേരിയയിൽ വെക്ക്. എനിക്ക് അലക്കിയത് അഴയിലിടണം. മഴ കാരണം രമ്യ വർക്കേരിയയിൽ ഒരഴ കെട്ടിയിരുന്നു. കിച്ചു വർക്കേരിയയിൽ മെഴുകുതിരി വെച്ചു. രമ്യ വിരിക്കാനുള്ള ഡ്രസ്സ് എടുത്തു. അതിലാദ്യം എടുത്തത് കിച്ചു വൈകുന്നേരം എടുത്തു വെച്ച തൻ്റെ മാക്സിയാണ്. രമ്യ കിച്ചുവിനെ നോക്കി. കിച്ചു, നീ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലേ? എങ്ങനെ? ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്ത് എല്ലാവരും ബാക്കി അതിൽ കേൾക്കുക. എന്നിട്ട് ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ
നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്റ്റോറിയൊക്കെ ഇഷ്ടപ്പെടുന്നുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാവൂ. എന്നാൽ എനിക്ക് പുതിയ പുതിയ സ്റ്റോറികളുമായിട്ട് വരാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും ടെലഗ്രാമിലും കൂടെ കേൾക്കുക. ഉടനെ കാണാം അടുത്ത സ്റ്റോറിയുമായിട്ട്. വിത്ത് ലവ്, അലീന.